ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാ സ്മാർട്ടായിട്ടുള്ള വീട്ടമ്മമാർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഡയപ്പർ ബാഗാണിത്. 6 മന്തായിട്ട് ഞാൻ കണ്ടിന്യൂസ്ലി റഫ്ലി യൂസ് ചെയ്യുന്നൊരു ബാഗാണ്. എന്നിട്ട് ഇതിൻ്റെ കളറൊന്നും പോയിട്ടില്ല. മദർലിയുടെ ബാഗാണിത്. ഞാൻ ആമസോണിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത്. 1000 സംതിങ് ആയിരുന്നു ഇതിൻ്റെ റേറ്റ്. കറക്റ്റായിട്ട് ഞാനിതിൽ സ്ക്രീനിൽ മെൻഷൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ബാഗിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ഏത് ഒക്കേഷനിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ബാഗാണ്. അതിൻ്റെ ഗോൾഡൻ കളറുള്ള സിപ്പർ ഈ ബാഗിനെ എലഗൻ്റ് ആക്കുന്നുണ്ട്. കറക്റ്റായിട്ട് ആ ഗോൾഡൻ കളർ കാണാൻ പറ്റുന്നില്ല എൻ്റെ വീഡിയോയിൽ, പക്ഷെ നല്ല ഗോൾഡൻ കളറാണ്. അപ്പോൾ നല്ല കോസ്റ്റ്ലി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും ഈ ബാഗ് കാണുമ്പോൾ. പിന്നെ ഇതിൻ്റെ ഷേപ്പ് സാധാരണ ഒരു നോർമൽ ബാഗിൻ്റെ ഷേപ്പ് ആയതുകൊണ്ട് തന്നെ ഡയപ്പർ ബാഗ് ആണെന്ന് പെട്ടെന്ന് അങ്ങ് മനസ്സിലാവില്ല. ഇതിൻ്റെ മുകൾ ഭാഗത്ത് നല്ല റിജിഡ് ആയിട്ടുള്ള റോഡ് ഉള്ളത് കൊണ്ട് തന്നെ ഇത് നല്ല ഫേം ആയിട്ടിരിക്കും. നമുക്കിതിങ്ങനെ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഉള്ളിൽ ഞാൻ ഫ്ലാസ്ക് വെച്ചേക്കുന്ന കാണാൻ പറ്റും. ഫ്ലാസ്ക് ഇങ്ങനെ ചെരിച്ചിടാൻ പറ്റുന്ന രീതിയിൽ വയ്ക്കാൻ പറ്റും. കാരണം അത്രയ്ക്ക് സ്പേഷ്യസ് ആണ് ഈ ബാഗ്. പുറത്തുനിന്ന് നോക്കുമ്പോൾ ചെറുതാണ്, പക്ഷെ ഉള്ളിൽ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാഗാണ്. അതുപോലെ തന്നെ ബേബിയുടെ 6 ജോഡി ഡ്രസ്സാണ് ഞാനിവിടെ വച്ചിട്ടുള്ളത്. അത് ഞാൻ എടുത്ത് കാണിക്കാം. അതിൻ്റെ താഴെയായിട്ട് ഞാൻ ഡയപ്പേഴ്സ് വച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെന്താ ഇങ്ങനെ വച്ചേക്കുന്നതെന്ന് വിചാരിക്കും അല്ലേ. ഡയപ്പേഴ്സ് പെട്ടെന്ന് യൂസ് ചെയ്യേണ്ട സാധനമാണ്, എപ്പോഴെപ്പോഴും വേണ്ട സാധനമാണ്. പക്ഷേ ഇതിന് ബാക്കിൽ നിന്ന് ഒരു കള്ളിയുണ്ട്. അപ്പോൾ നമുക്ക് നമ്മൾ ബാക്കിൽ ബാഗ് ഇട്ടേക്കുവാണെങ്കിൽ കൂടി നമുക്ക് ഈസി ആയിട്ട് ഇത് തുറന്ന് എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിങ്ങനെ തുറന്നിട്ട് നമുക്ക് ഡയപ്പേഴ്സ് എടുക്കാം. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നതാണ് വെറ്റ് ടിഷ്യൂസ്, അതുപോലെ തന്നെ ടവൽസ് ഒക്കെ വെറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു വെക്കുമ്പോൾ ഈ ഡ്രസ്സിൻ്റെ കൂടെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നനവ് തട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കള്ളി ഉള്ളത്. പോളിത്തീൻ്റെ കള്ളിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നനവൊന്നും തട്ടില്ല. നമുക്കിങ്ങനെ സിപ്പ് ചെയ്ത് ലോക്ക് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു ഫീച്ചറാണ് കേട്ടോ. നമുക്ക് ഈസി ആയിട്ടത് യൂസ് ചെയ്യാൻ പറ്റും ബാക്കിൽ ഇട്ടുകൊണ്ട് തന്നെ. പിന്നെ ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഒരു കള്ളി കാണാൻ പറ്റും. അപ്പോൾ ഇത് വെർട്ടിക്കലായിട്ടൊരു സിപ്പറാണ്. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഉള്ളിലേക്ക് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഇതുപോലൊരു നീളത്തിലുള്ളൊരു കള്ളിയാണ്. നമുക്ക് അംബ്രല്ല ഒക്കെ ക്യാരി ചെയ്യാൻ പറ്റും. ബേബിയായിട്ട് പുറത്ത് പോകുമ്പോൾ എന്തായാലും അംബ്രല്ല നമ്മൾ എടുക്കുമല്ലോ. അപ്പോൾ അതൊക്കെ വയ്ക്കാൻ പറ്റുന്ന ഒരു കള്ളിയാണിത്. ഉള്ളിലേക്ക് നോക്കുകയാണെങ്കിൽ 4 പൗച്ചസ് മുകളിലായിട്ട് തന്നെ കാണാൻ പറ്റും. പെട്ടെന്ന് എടുക്കേണ്ട സാധനങ്ങളൊക്കെ നമുക്ക് അതിൽ വയ്ക്കാം കേട്ടോ. ഇലാസ്റ്റിക് ആണ് അതിൻ്റെ സൈഡിൽ വരുന്നത്. അതുകൊണ്ടിട്ട് തന്നെ പെട്ടെന്ന് വലിയ സാധനങ്ങളൊക്കെ വയ്ക്കുവാണെങ്കിൽ അതിങ്ങനെ നന്നായിട്ട് വിടർന്നിരിക്കും. അല്ലെങ്കിൽ സാധാരണ പോലെ അത് ചുങ്ങി ഇങ്ങനെ ഇരുന്നോളും. അപ്പം അതിൽ ഞാൻ എൻ്റെ ക്ലിപ്സൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ട്രാവലിനൊക്കെ പോകുന്ന സമയത്ത് യൂസ് ചെയ്യാൻ പറ്റിയൊരു ബാഗാണ് കേട്ടോ ഇത്. ഇതിൻ്റെ ഉള്ളിൽ ഇതുപോലൊരു കള്ളി കൂടിയുണ്ട്. നമുക്ക് വേണമെങ്കിൽ ക്യാഷൊക്കെ വെക്കാം. ഞാൻ ഇതിൽ കുറച്ച് അത്തർ എടുത്തിട്ടിട്ടുണ്ട്. ബേബിയായിട്ടൊക്കെ പുറത്ത് പോകുമ്പോഴേക്കും ഫീഡൊക്കെ ചെയ്ത് കഴിയുമ്പോൾ സ്മെല്ലൊന്നും വരാതിരിക്കാൻ വേണ്ടി അത്തറാണ് യൂസ് ചെയ്യുക. സ്പ്രേ യൂസ് ചെയ്യുന്നത് ബേബീസിന് നല്ലതല്ല. അതുകൊണ്ടിട്ടാണ് ഡ്രസ്സിൽ ജസ്റ്റ് ഒന്ന് അത്തറാക്കുന്നത്. ഫ്രണ്ടിലത്തെ ഈ കള്ളിയിലാണ് നമ്മൾ ഫുഡൊക്കെ വെക്കുന്നത്. ഇപ്പോൾ ബേബീസിൻ്റെ മിൽക്കൊക്കെ ഇതിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കാനായിട്ട് പറ്റും. ചൂടൊന്നും പോവില്ല. തെർമൽ പ്രൊട്ടക്ഷൻ ഉള്ളതാണ്. അതിൻ്റെ കവറിങ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു നെറ്റ് ഉണ്ട്. ഇവിടെ നമുക്ക് ബേബീസിൻ്റെ ടവൽസും കാര്യങ്ങളൊക്കെ വെക്കാനായിട്ട് പറ്റും. ഇനി ഇതിൻ്റെ സൈഡിലായിട്ടുള്ള കള്ളിയാണ് എല്ലാ ബാഗിനും ഉള്ളതുപോലെ തന്നെ വാട്ടർ ബോട്ടിൽസ് വെക്കാനുള്ള കള്ളിയുണ്ട്. അതുപോലെ തന്നെ ഈ സൈഡിൽ ഈ ഒരു കള്ളി എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ്. വെറ്റ് ടിഷ്യൂസ് നമുക്കിവിടെ വെക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെ സൈഡിൽ ഓപ്പൺ ചെയ്തിട്ട് എടുക്കാനായിട്ട് പറ്റും. ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ വെറ്റ് ടിഷ്യൂസ് നമുക്കറിയാം ഫുള്ള് നനഞ്ഞ് ബാക്കി ഡ്രസ്സസ് ഒക്കെ നനഞ്ഞിരിക്കും. അപ്പോൾ അതൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. നമുക്ക് നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പോകുമ്പോൾ ബാഗ് ഇടുന്ന ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വള്ളി ഉപയോഗിക്കാം, ഈ ഒരു കുഴ ഉപയോഗിക്കാം. അപ്പം അതിൽ ഇതുപോലെ ഒരു ക്ലിപ്പ് ഉണ്ട്. ഇത് നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് 2 കൂടി ഇതുപോലെ ടൈ ചെയ്ത് വയ്ക്കാം. എന്നിട്ട് ഈസി ആയിട്ട് കയ്യിലിട്ടിട്ട് നിൽക്കാനായിട്ട് പറ്റും. പിന്നെ ബാക്ക് പാക്കായിട്ട് യൂസ് ചെയ്യുമ്പോൾ വേറൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹസ്ബൻഡിൻ്റെ കയ്യിൽ കൊടുക്കാനായിട്ട് പറ്റും. അവർക്ക് ബാക്ക് പാക്കായിട്ട് യൂസ് ചെയ്യാം. ഡയപ്പർ ബാഗ് ആണെന്നത് പെട്ടെന്നൊന്നും അറിയുകയില്ല. ഈ ഒരു ഹാങ്ങിങ് ആണ് ഇതിൽ വേറൊരു ഇപ്പോഴത്തെ കറൻ്റ്ലി യൂസ്ഫുൾ. കാരണം നമുക്ക് സാനിറ്റൈസറൊക്കെ വയ്ക്കാൻ പറ്റും കേട്ടോ ഇതിൽ. അപ്പോൾ എന്തുകൊണ്ടും ഇതൊരു അടിപൊളി ബാഗാണ് 1000 റേഞ്ചിൽ. അപ്പോൾ നിങ്ങൾ ഡയപ്പർ ബാഗൊക്കെ പർച്ചേസ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ ഈ മദർലിയുടെ ബാഗ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. ബെസ്റ്റ് ഓപ്ഷനാണ്. ഈ വീഡിയോ അമ്മമാർക്കെല്ലാം യൂസ് ആയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാ സ്മാർട്ടായിട്ടുള്ള അമ്മമാരും സ്മാർട്ടായിട്ടിരിക്കുക. ടേക്ക് കെയർ, ബൈ.